ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സിനി അറിഞ്ഞ ആ രഹസ്യം സിത്താരയെ അറിയിക്കുന്നുണ്ട്. ഇത് കേട്ട് വളരെ ടെൻഷനായി പോവുകയാണ് സിത്താരയും. മകൾക്ക് ആപത്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് നവീനും ഗാഥയും കൂടി ഒരു കാട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ രാത്രിയായിരിക്കുന്നു, കോട വന്നിരിക്കുന്നു. അവർ വന്ന വഴി മോശമാണ്. ഇനി മറ്റൊരു വഴിയിൽ കൂടി വേണം അവർക്ക് തിരിച്ചു പോകാൻ. എന്നാൽ റേഞ്ചുമില്ല. ആരെങ്കിലും കണ്ട് വഴി ചോദിച്ചില്ലെങ്കിൽ നമ്മൾ ഈ കാട്ടിനകത്ത് പെട്ടുപോകും. പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് നവീൻ ഗാഥയുമായി പോകുന്നു. ഈ സമയം സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ് കൃഷ്ണയും. ഒരു പരിചയക്കാരനെ കണ്ടുമുട്ടി. അതുകൊണ്ട് തന്നെ കൃഷ്ണയ്ക്ക് അവിടെ ഒരു സഹായമാവുകയും ചെയ്യുന്നുണ്ട്. അയാൾ ഒരു ലോട്ടറി കച്ചവടക്കാരനായിരുന്നു. എന്നാൽ അയാൾ നാട്ടിൽ പറഞ്ഞിരുന്നത് താൻ ദുബായിലാണ് ജോലി ചെയ്യുന്നത് എന്നാണ്. ഇവിടെ വന്നിട്ട് ഒരു പെണ്ണൊക്കെ കെട്ടി ഇവിടെ സെറ്റിലായിരിക്കുകയാണ് അയാൾ. അയാളുടെ വീട്ടിലേക്ക് കൃഷ്ണയെ കൊണ്ടുവന്നു. ഇതാരാണെന്ന് ആ ചേച്ചി ചോദിക്കുന്നുണ്ട്. നാട്ടിലുള്ളതാണ് എന്ന് അയാൾ പറഞ്ഞു കൊടുക്കുന്നു. കൃഷ്ണ എല്ലാ സത്യങ്ങളും അറിഞ്ഞു എന്ന് ഗോപാലകൃഷ്ണൻ അയാളുടെ ഭാര്യയോട് പറയുന്നുണ്ട്. ഇത് കേട്ട് കൃഷ്ണ പറയുന്നുണ്ട്, ഞാൻ ആരോടും ഒന്നും പറയില്ല. മാമന്റെ കഥകളൊക്കെ കേട്ടപ്പോൾ പാവം തോന്നി. ഇയാൾക്കൊരു ആവശ്യത്തിന് വന്നതാണ്, ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന് ഗോപാലൻ പറയുന്നുണ്ട്. അവിടേക്ക് ഒരു കൊച്ചു വരുന്നു. അയാളുടെ മകളാണത്. കൃഷ്ണയും ആ കൊച്ചും കൂടി പരിചയപ്പെടുന്നുണ്ട്. കൃഷ്ണയ്ക്ക് അവിടുന്ന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുന്നു. ഈ സമയം കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നവീനും ഗാഥയും. നവീൻ ഇവിടെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ളതല്ലേ, അപ്പോൾ പിന്നെ വഴി ഏതാണെന്ന് ധാരണയില്ലേ എന്നൊക്കെ ഗാഥ ചോദിക്കുന്നുണ്ട്. ഈ കാട്ടിൽ താമസിക്കുന്നവർക്ക് പോലും കോടമഞ്ഞ് വന്നാൽ വഴി തെറ്റും, പിന്നെയാണോ എനിക്ക്? നമ്മളെപ്പോലെ പെട്ടുപോയ ആരെങ്കിലും ഈ കാട്ടിലുണ്ടാകുമെന്ന് നവീൻ. അതിന് തന്നെ പോലെ വേറെ ആർക്കും ഭ്രാന്തില്ലല്ലോ എന്ന് ഗാഥയും പറയുന്നു. വിറകെടുക്കാൻ വന്ന ആരെങ്കിലും കാണും, അവരെ ആരെങ്കിലും നമ്മുടെ കൂടെ കൂട്ടുകയും ചെയ്യാം എന്നൊക്കെ നവീൻ പറയുന്നു. വീട്ടിലേക്ക് വിളിക്കാൻ നോക്കുകയാണ് ഗാഥ, എന്നാൽ റേഞ്ചില്ല. ഇവിടെയല്ല, ഏത് കൊടുങ്കാട്ടിൽ പെട്ടാലും മമ്മി നമ്മളെ രക്ഷിച്ചിരിക്കുമെന്ന് പറയുമ്പോൾ എന്താ മമ്മി എന്താ ഡിങ്കിനാണോ എന്ന് നവീൻ ചോദിക്കുന്നു. മനുഷ്യരൊക്കെ ഇത്രയേ ഉള്ളൂ, എന്തെങ്കിലും ഒരു കാരണവശാൽ ഫോണിൻ്റെ റേഞ്ച് ഇല്ലെങ്കിൽ പിന്നെ ഇത്രയേ ഉള്ളൂ എന്ന് നവീൻ പറയുമ്പോൾ ഗാഥ പറയുന്നുണ്ട്, എനിക്ക് വിശക്കുന്നു എന്ന്. നവീൻ പറയുന്നു, ഈ കാട്ടിനകത്ത് ഒന്നും കിട്ടാൻ ഒരു രക്ഷയുമില്ല. അപ്പോഴാണ് അവിടെ ഒരു കൊച്ചു വീട് കാണുന്നത്. അവിടെ ഫോറസ്റ്റ് ഓഫീസർ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമായിരിക്കും എന്ന് നവീൻ പറയുന്നുണ്ട്. വല്ല കൊള്ളക്കാരുമായിരിക്കുമെന്ന് ഗാഥ. നെഗറ്റീവായി ചിന്തിച്ചാൽ നമ്മൾ ഒരു സ്ഥലത്തും എത്തില്ല എന്ന് നവീൻ പറയുന്നു. ശരി, താങ്കൾ ചിന്തിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി ചിന്തിക്കാം. പോസിറ്റീവുള്ള ആളാണല്ലോ ഈ കാട്ടിൽ കുടുങ്ങിപ്പോയത്. എന്തായാലും നടക്കണം മിസ്റ്റർ. അങ്ങനെ അവരവിടേക്ക് പോകുന്നു. തുടർന്ന് കൃഷ്ണയെ കാണിക്കുന്നുണ്ട്. കൃഷ്ണ ആ കൊച്ചും രണ്ടുപേരും കൂടി ഒരുമിച്ച് കിടന്ന് ഉറങ്ങുന്നു. കിടക്കുമ്പോൾ പല പല കാര്യങ്ങളും അവർ സംസാരിക്കുന്നുണ്ട്. അവരുടെ തൊട്ടരികിൽ ഗോപാലകൃഷ്ണന്റെ ഭാര്യയും ഉണ്ട്. അമ്മയെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ കിടക്കുകയാണ് കൃഷ്ണ. അമ്മയ്ക്ക് വയ്യാതിനെ പറ്റിയും അമ്മ രണ്ടുപേരും സ്നേഹത്തോടെ ഇരിക്കുന്നതിനെ പറ്റിയുമെല്ലാം ഓർക്കുന്നുണ്ട്. തുടർന്ന് നവീനും ഗാഥയും കൂടി ആ വീട്ടിലേക്ക്, കൊച്ചു വീട്ടിലേക്ക് പോകുന്നു. ഇവിടെ ആരുമില്ലേ എന്ന് ചോദിക്കുന്നു. അവിടെ രണ്ടുപേരും, ഒരു അമ്മയും ഒരു അച്ഛനും ഇറങ്ങി വന്നിട്ടുണ്ട്. ആരാണെന്ന് ചോദിക്കുമ്പോൾ നവീൻ അവരോട് പറയുന്നുണ്ട്, ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്, കാട്ടിൽ പെട്ടുപോയതാണെന്ന് പറയുന്നു. കേറുവാ എന്ന് പറയുമ്പോൾ ഗാഥ പറയുന്നു, നിങ്ങളുടെ ഫോണിന്ന് തരാമോ, എനിക്ക് വീട്ടിലേക്ക് വിളിക്കാനാണ്. ഇത് കേട്ട് അയാൾ പറയുന്നു, നിങ്ങളുടെ ഫോണിലെ റേഞ്ച് ഇല്ലേ? പിന്നെ ഇല്ല എന്ന് പറയുമ്പോൾ എനിക്ക് മാത്രമായി എവിടുന്ന് റേഞ്ച് കിട്ടാനാണെന്ന് ആ അച്ഛൻ പറയുന്നു. ഇവിടുന്ന് ഫോൺ വിളിക്കണമെങ്കിൽ 1/2 കിലോമീറ്റർ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പോകേണ്ടി വരും. ഇപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇറങ്ങാൻ തീരുമാനിച്ചാൽ നമ്മുടെ പണി അതോടെ തീരുമെന്നും പറയുന്നു. നല്ല വിശപ്പുണ്ട്, കയറിപ്പോരെന്ന് അച്ഛൻ പറയുമ്പോൾ ഇവിടെ തങ്ങാനോ അതും ഇവരുടെ കൂടെ എന്ന് ഗാഥ പറയുന്നു. ഇവിടെ അകപ്പെട്ടു പോയത് കൊണ്ടല്ലേ താൻ വാ എന്ന് പറയുന്നു. അങ്ങനെ അവർ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. എന്തായി കാണിക്കുന്നത് എന്ന് അവർക്ക് കഴിക്കാൻ കൊടുക്കുമ്പോൾ ഗാഥ പറയുന്നുണ്ട്, കഞ്ഞിയാണ് ഇപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് ഇങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നവീൻ പറയുമ്പോൾ ആ ഒരു അച്ഛൻ പറയുന്നുണ്ട്, ഇവിടെ നിങ്ങളെപ്പോലെ ഒരുപാട് പേര് വഴിതെറ്റി വന്നിട്ടുണ്ട്. ഈ കോടമഞ്ഞ് മാറാൻ കുറച്ച് ദിവസം പിടിക്കും. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നാളെ തന്നെ പോകാമെന്നും പറയുന്നു. ഗാഥ ആകെ ടെൻഷൻ ആവുകയാണ്. ഗാഥയ്ക്കാണെങ്കിൽ കുടിക്കാൻ വയ്യ. അതിൽ തൊട്ടപ്പോൾ തന്നെ ചൂട്. ഇതിൽ നല്ല ചൂടല്ല, ഇത് എങ്ങനെയാ കുടിക്കുന്നതെന്ന് പറയുമ്പോൾ നവീൻ അത് ഊതി കാണിക്കുന്നു. എന്നിട്ട് എങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇനിയിപ്പോൾ വേറൊന്നും ആലോചിക്കാനില്ല, ഇങ്ങനെ അങ്ങോട്ട് ഇളക്കിയിട്ട് ഇങ്ങനെ കഴിക്കണമെന്നൊക്കെ നവീൻ പറയുന്നുണ്ട്. ഈ സമയം അവരെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് സിനിയും സിത്താരയും. പൂജാരിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർ പോകുന്നത്.
കളരിക്കൽ തറവാടിനെ കുറിച്ച് എല്ലാ രഹസ്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സിതാര ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഈ സമയം അവിടുത്തെ അച്ഛൻ പറയുന്നു, ഇവിടെ ആകെ 2 മുറിയേ ഉള്ളൂ, നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അകത്തേക്ക് പോയി. പിന്നെ ഒരു കമ്പിളിയും കൊടുത്തു. താൻ കട്ടിലിൽ കിടന്നോളൂ, ഞാനിവിടെ താഴെ കിടന്നോളാം എന്ന് നവീൻ പറയുമ്പോൾ ഗാഥ പറയുന്നു, വേണ്ട, ഇത് നവീൻ തന്നെ എടുത്തോളാൻ, കുറച്ച് കഴിയുമ്പോൾ നന്നായി തണുക്കും, ഇത് ഇരിക്കട്ടെ എന്ന് മഞ്ഞൊക്കെ വീഴുന്നത് കണ്ടില്ലേ എന്നും പറയുന്നുണ്ട്. അവിടെ നല്ല കൊതുകുണ്ട്. താൻ എന്നെ മനസ്സിൽ ശപിക്കുന്നുണ്ടാകും അല്ലേ? സിതാര ശ്രീനിവാസന്റെ മകൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ കൊടുത്തതിന് കുഴപ്പമില്ല, ഇതിപ്പോ താൻ ചെയ്തതല്ലോ എന്നൊക്കെ ഗാഥയും പറയുന്നു. എന്തായാലും ഗുഡ് നൈറ്റ്, ഒരു പ്രാർത്ഥന കൂടി ആയിക്കോട്ടെ, ആ ലൈറ്റും കിടന്നോട്ടെ എന്ന് പറയുന്നു. അങ്ങനെ നവീൻ ഇപ്പോൾ അവിടെ കിടക്കുന്നുണ്ട്. ഗാഥ കട്ടിലിലും കിടക്കുന്നു. തുടർന്ന് സിതാര ജോത്സ്യനെ കാണാൻ ഇറങ്ങിയിരിക്കുന്നു. കണ്ടുമുട്ടുകയും ചെയ്തു. അദ്ദേഹം ചില കാര്യങ്ങൾ സിതാരയോട് പറയുന്നുണ്ട്. എനിക്കറിയേണ്ടത് ആ തറവാട്ടിലേക്ക് വിവാഹം കഴിപ്പിച്ചു വിട്ടാൽ എൻ്റെ മകൾ സുരക്ഷിതയായിരിക്കുമോ എന്നാണ്. കളരിക്കൽ തറവാടുമായിട്ടുള്ള ബന്ധത്തെ ഞാൻ മാനിക്കുന്നു, പക്ഷേ ഇതൊരു അമ്മയുടെ അപേക്ഷയാണ്. സത്യം പറഞ്ഞും പ്രവർത്തിച്ചുമാണ് എനിക്ക് ശീലം. കളരിക്കൽ തറവാട്ടിൻ്റെ ഒരു അതിശക്തമായ ഒരു ശാപമുണ്ട്. അത് തുടങ്ങിയത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെയാണ്. അന്ന് അദ്ദേഹം ചെയ്ത ഒരു തെറ്റാണ് ഇന്ന് ഈ കുടുംബത്തെ വേട്ടയാടുന്നത്. ആ ഒരു ശാപത്തിന്റെ കാര്യം പറയുന്നുണ്ട്. ഗത്യന്തരമില്ലാതെ തമ്പുരാന് അത് സമ്മതിക്കേണ്ടി വന്നു. പ്രാണേശ്വരിയുടെ വിയോഗത്തിൽ പ്രാണവേദനയോടെ അയാൾ കളരിക്കൽ തറവാടിനെ ശപിച്ചു. കളരിക്കൽ തറവാട്ടിൽ പുരുഷന്മാർ ആദ്യ വേലി കഴിച്ചെത്തുന്ന കന്യകമാർ സർപ്പദംശനം മൂലം മരിക്കാൻ ഇടവരട്ടെ. പക്ഷേ ഇന്നും ആ ശാപത്തിന്റെ ശക്തി ശമിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ എൻ്റെ മുന്നിൽ നിങ്ങൾ ചോദിച്ചത് ഒരു പെൺകുട്ടിയുടെ ജീവനെ കുറിച്ചാണ്. കള്ളം പറയാൻ എനിക്ക് കഴിയില്ല. ആ കുടുംബത്തിലേക്ക് വിവാഹം കഴിപ്പിച്ചയക്കുന്ന പെൺകുട്ടികൾ അധികകാലം ജീവിക്കില്ല. അവിടുത്തെ ഒരു പുരുഷനും താൻ വിവാഹം കഴിക്കുന്ന ആദ്യ ഭാര്യയുമായി അധികകാലം ജീവിച്ചിട്ടില്ല. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഞാൻ പറയേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം കേട്ട് ഞെട്ടിയിരിക്കുകയാണ് സിതാര. വേണ്ട തിരുമേനി, എനിക്ക് വേണ്ട ഉത്തരം അങ്ങ് പറഞ്ഞു കഴിഞ്ഞു എന്നും പറയുന്നുണ്ട്. തുടർന്ന് ഗാഥയെ കാണിക്കുന്നുണ്ട്. ഗാഥ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ ഒരു ചേറിലിരുന്ന് കാപ്പി കുടിക്കുന്ന നവീനെയാണ് കാണുന്നത്. ഗാഥയും അവിടെ എത്തി. ഞാൻ കരുതിയത് താൻ ഇന്നലെ പേടിച്ചിട്ട് ഉറങ്ങിയില്ലെന്നാണ്, പക്ഷേ നന്നായിട്ട് ഉറങ്ങിയെന്ന് പറയുന്നു. എവിടെ ചേച്ചിയും ചേട്ടനും എന്നൊക്കെ ഗാഥ ചോദിക്കുമ്പോൾ അവർ തോട്ടത്തിലേക്ക് പോയെന്നാണ് തോന്നുന്നത്. താൻ ചായ കുടിക്കുന്നു പറഞ്ഞ് ആ ചായ ഒഴിച്ചു കൊടുക്കുന്നു. അങ്ങനെ അതിഭയങ്കരമായ ഒരു രാത്രി കഴിഞ്ഞു. മനുഷ്യന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, മാറി മാറി വന്നുകൊണ്ടിരിക്കും. എല്ലാത്തിനോടും പൊരുത്തപ്പെടാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടായാൽ മതി. ചായ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാമെന്നും നവീൻ പറയുന്നു. ഈ സമയം വഴിവക്കിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണ. ആ സമയത്താണ് നവീന്റെ കൂടെ ഉണ്ടായിരുന്ന ആ സെക്രട്ടറി കൃഷ്ണയെ കാണുന്നത്. ഗാഥമേടം അല്ലേ എന്ന് വിശ്വസിക്കുന്നു. ഗാഥയാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇതെന്താ ഈ വേഷത്തിൽ? മിക്കവാറും സാറിന് ഒരു പണി കൊടുക്കാനായിരിക്കുമെന്നും അയാൾ വിചാരിക്കുന്നു. അങ്ങനെ കൃഷ്ണയുടെ അരികിൽ കൊണ്ട് വണ്ടി നിർത്തി. എന്നാൽ അയാളെ കണ്ടപ്പോൾ തന്നെ കൃഷ്ണയ്ക്ക് ആളെ മനസ്സിലായി. മറ്റേ ആ നവീന്റെ കൂടെയുള്ള ആളാണെന്ന് കൃഷ്ണയ്ക്ക് മനസ്സിലായി. മുഖം തിരിച്ചു നിൽക്കുന്നു. എന്താ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു, കഴിഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കരുത്, എന്നോട് ദേഷ്യം തോന്നരുതെന്ന്. അല്ലെങ്കിൽ തന്നെ ഇയാളോട് എനിക്ക് എന്തിനാ ദേഷ്യം എന്ന് പറയുന്നു. അല്ല, അമ്മ മേഡത്തെ കാത്തിരിക്കുവാണെന്ന് പറയുന്നു. മേഡത്തെ കാണാതെ അമ്മ വലിയ ടെൻഷനിലാണെന്നും പറയുന്നു. അമ്മയോ? അമ്മ ഇവിടെ വന്നോ? അമ്മ എന്തിനാ ഇവിടെ എന്നെ തിരക്കി നിങ്ങളെ വിടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കൃഷ്ണ. അതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം, മേഡം വണ്ടിയിലേക്ക് കയറൂ എന്നൊക്കെ പറയുന്നു. നിർബന്ധിച്ച് കാറിലേക്ക് കയറ്റുകയാണ് അയാൾ. ഇനിയിപ്പോൾ ഉണ്ണിമായ പറഞ്ഞു കാണുവോ അമ്മയോട് ഞാൻ ഇവിടേക്കാ വന്നത് എന്നൊക്കെ കൃഷ്ണ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വല്ലാത്ത ടെൻഷനിലിരിക്കുകയാണ് സിതാര. സിനിയോട് സിതാര അതിൻ്റെ കാര്യം സംസാരിക്കുന്നുണ്ട്. ഇതുവരെ വന്നിട്ടില്ല ഗാഥ, നീ ഇത് എവിടെയാണ്? ഇത്രയും നേരം വിളിക്കാതിരുന്നത് എന്താ എന്നൊക്കെ സിതാര ചോദിക്കുന്നുണ്ട്. ഇപ്പോഴാണ് കുറേ നേരം കൊണ്ട് വിളിച്ചിട്ട് ഇപ്പോഴാണ് ഗാഥയ്ക്ക് ഫോൺ കിട്ടുന്നത്. മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഗാഥ പറയുന്നു, ഇല്ല മമ്മി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനും നവീനും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. സിതാര പറയുന്നുണ്ട്, എവിടെയായിരുന്നു നിങ്ങൾ? ഈ നേരം വരെ ഫോൺ ഓഫായിരുന്നത് എന്താണ് സംഭവിച്ചത്? മമ്മിയുടെ ടെൻഷൻ ഞാൻ അവിടെ വന്നിട്ട് അവസാനിപ്പിക്കാം. ഞങ്ങളൊരു ചെറിയ അപകടത്തിൽപ്പെട്ടതാണെന്ന് പറയുന്നു. എന്ത് അപകടമെന്ന് സിതാര ചോദിക്കുമ്പോൾ അതൊക്കെ വന്നിട്ട് പറയാമെന്ന് ഗാഥ. ശരി, ഒന്ന് പെട്ടെന്ന് വരാൻ സിതാര പറയുന്നു. ഗാഥ നവീനോട് പറയുന്നുണ്ട്, മമ്മി വല്ലാത്ത ടെൻഷനിലാണെന്ന്. നവീൻ പറയുന്നു, നിങ്ങൾ തമ്മിലുള്ള റിലേഷന്റെ ആഴം എനിക്കറിയില്ലേ? ഗാഥ പറയുന്നു, മമ്മിക്ക് ഞാനില്ലെങ്കിൽ വല്ലാത്ത ടെൻഷൻ തന്നെയാണ്. സിനി പറയുന്നു, എന്ത് റിസൾട്ടുമായിട്ടായിരിക്കും മേഡം തിരിച്ചു വരുന്നത്? ആ നവീനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അതോ ഇല്ലയോ? സിതാര പറയുന്നു, ഗാഥ എന്ത് തീരുമാനത്തോടെ വന്നാലും ഈ വിവാഹം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അവിടെ കണ്ട കാര്യം ഓർക്കുന്നു.
ഒരു തറവാടിലെ ശാപം വീണ സർപ്പക്കളത്തിലേക്ക് എടുത്തെറിയാനുള്ളതല്ല എൻ്റെ മകളുടെ ജീവിതമെന്നും കളരിക്കൽ തറവാടുമായിട്ടുള്ള ബന്ധം എന്നേക്കുമായി അവസാനിച്ചു എന്നും സിത്താര പറയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.